ഈ ആണും പെണ്ണും കെട്ടവന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആണും പെണ്ണും കെട്ടവന്മാരുടെ പ്രത്യേകത ആണും പെണ്ണും കെട്ട ഗതിയിൽ അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട രീതിയിൽ ആക്രമണം നടത്തും. ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഷണ്ടന്മാരുടെ രീതിയിലാണ്. വടക്കൻ ഗസയിലെ നസറേത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ ഹമാസ് പോരാളികളില്ല. അഭയാർത്ഥികളായ 15 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലപ്പെട്ടു. ഇതിനു പുറമെ ക്യാൻ യൂനിസിൽ അഭയം തേടിയിരുന്ന 13 പേർ കൂടി ഇസ്രായേലിൻ്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിൽ പോഷക ആഹാരക്കുറവ് മൂലം ഒരു യുവതിയും പിഞ്ചുകുഞ്ഞും പിടഞ്ഞ് മരിച്ചു. ഇതോടെ പട്ടിണി മരണം 29ആയി. സ്ഥിതി ഗുരുതരമാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയെ ഇതുവരെ 31,045 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പലസ്തീനിൽ 72,654 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലസ്തീനിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ, ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ. അതേസമയം ഭക്ഷ്യസാധന വസ്തുക്കൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി കടൽ മുനമ്പിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി നമ്മുടെ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ബൈഡൻ ശ്രമം ആരംഭിച്ചു. ബൈഡൻ അങ്ങനെയാണ്, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും. രണ്ട് മുട്ടനാടുകൾ തമ്മിൽ തല്ലുമ്പോൾ അതിൻ്റെ ചോര കുടിക്കുന്ന ഭരണാധികാരിയാണ് ബൈഡൻ. ആയിരക്കണക്കിന് പലസ്തീൻകാർ പട്ടിണി കിടക്കുന്ന മേഖലയിൽ ഭക്ഷണം എത്തിക്കാൻ US തീരുമാനിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി ലോക രാഷ്ട്രങ്ങൾ കരുതുന്നു. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. കടൽ മാർഗം ഭക്ഷണം എത്തിക്കാൻ കഴിയാതെ വന്നാൽ ആകാശമാർഗം ഭക്ഷണം എത്തിക്കും എന്നാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത്, US പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം എന്തായാലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഗസയിലെ പിഞ്ച് കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ഒക്കെ വയോജനങ്ങൾക്കും ഒക്കെ. ഒരല്പം ബ്രെഡിനായി അവർ ആഗ്രഹിക്കുകയാണ്, അവർ കൊതിക്കുകയാണ്. യുദ്ധത്തിൽ ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല. ഹമാസിൻ്റെ പോരാളികളുടെ രോമത്തിൽ തൊടാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞില്ല. ഹമാസിലെ പോരാളികൾ തങ്ങൾ ശക്തരായ പോരാളികൾ തന്നെയെന്ന് ലോകത്തെ അറിയിച്ചു. 6ാം മാസത്തിലേക്ക് കടന്ന യുദ്ധത്തിൽ പറയപ്പെട്ട വിജയ അവകാശങ്ങളൊന്നും ഇസ്രായേലിന് ഇല്ല. അതേസമയം ഹമാസിന് വിജയ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇസ്രായേലിനെതിരെ റമദാൻ മാസത്തിൽ വൻപിച്ച ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഹമാസ്. റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തിവെക്കണമെന്ന് ഈജിപ്തും ഖത്തറും ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേലിൻ്റെ ക്രൂരതയും ഹമാസിൻ്റെ ശക്തിയും സമ്മർദ്ദവും കാരണം അത് അലങ്കോലപ്പെട്ടു. ഇനിയെല്ലാം അലങ്കോലപ്പെടുന്ന മയം. എന്തായാലും ശക്തമായ ആക്രമണം നടത്താൻ വേണ്ടി റമദാൻ മാസത്തിൽ ഹമാസ് ഒരുങ്ങുന്നു. ആ ശക്തമായ ആക്രമണം നടത്താൻ ഹമാസ് തയ്യാറാണെന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ അഭയാർത്ഥി ക്യാമ്പിൽ 15 പേരെ കൊന്നൊടുക്കിയത്. അവർ വടക്കൻ ഗസയിൽ പോഷക ആഹാര കുറവ് മൂലം യുവതിയും കുഞ്ഞും മരിച്ചത്.
ഇതൊക്കെ ഇസ്രായേലിൻ്റെ ക്രൂരതയായി കണക്കാക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ തകർച്ചയായി കണക്കാക്കുമ്പോൾ, ഇതെല്ലാമാണോ തകർച്ച? ഒരു യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞാൽ എതിരാളിയായ ആരെയാണോ അയാളെ കൊല്ലുക, അയാളെ നശിപ്പിക്കുക, അതാണ് അതിൻ്റെ രീതി. ആ രീതി ഇസ്രായേൽ തെറ്റിച്ചു. അതിനു പകരം സാധാരണക്കാരായ ജനങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, നവജാത ശിശുക്കളെ ഒക്കെ കൊന്നൊടുക്കി. ആ കൊന്നൊടുക്കൽ ഇസ്രായേലിന് വലിയ വിനയായി മാറിയിരിക്കുന്നു. റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തിവെക്കണമെന്ന് ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഹമാസ് പ്രതിനിധികളെയും ഇസ്രായേൽ പ്രതിനിധികളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടും ഒരിടത്തും എത്തിയില്ല. യുദ്ധം നിർത്താൻ ഹമാസ് തയ്യാറാണ്, പക്ഷേ സ്വതന്ത്ര പലസ്തീൻ, അതാണ് ഹമാസിൻ്റെ ലക്ഷ്യം. ഇസ്രായേലിന് അത് അംഗീകരിക്കാനാവില്ല. ഇസ്രായേൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ വലിയ പരാജയമായി മാറും. മറ്റൊരു വശത്ത് അമേരിക്കയുടെ പരാജയവും.